പക്ഷേ ചരിത്രത്തിൽ നിന്ന് ലീഗ് വലിയ തോതിലാണ് പഠിക്കേണ്ട ഒരു പാഠം ഉണ്ട്. ലീഗും പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. ആവർത്തിക്കാൻ പാടില്ലാത്ത പാഠമാണത്. 1989 തൊട്ട് ആദ്യത്തെ 10 കൊല്ലം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങളൊക്കെ കണ്ടു വളർന്നതാണ്. ഭീകരമായി വേട്ടയാടപ്പെട്ടിട്ടുണ്ട് AP ഗ്രൂപ്പ്. എല്ലാ നാട്ടുംപുറങ്ങളിലും, എല്ലാ പള്ളികളിലും, എല്ലാ മദ്രസകളിലും വളരെ ക്രൂരമായിട്ട്. അറിയാലോ, ഈ പാവങ്ങളായ മുഅല്ലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും ഈ ആളുകള്, മുദരിസുമാര്, ഖാദിമാര്, ചെറിയ ശമ്പളത്തിന്, അത് നാട്ടുകാരണവന്മാരുടെ ഔദാര്യത്തിന് നിൽക്കുന്നവരാണല്ലോ. അവരെയൊക്കെ ക്രൂരമായി പിരിച്ചുവിടുക, വീടുകൾ പട്ടിണിയിലാവുക, മാത്രമല്ല അവരെ ക്രൂരമായി പരിഹസിക്കുക. ഈവൻ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് സാർ. സാറൊക്കെ അത് റിപ്പോർട്ട് ചെയ്തതല്ലേ? അപ്പോ ധാരാളം അങ്ങനെ ഒരു കാലമുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പോരാടിയ കാലമാണ്. സ്വന്തം ജനതയെ കൂടെ നിർത്താനും അവരെ രക്ഷിക്കാനും അവർക്കൊരു ആത്മാഭിമാനം ഉണ്ടാക്കാനും അവരെ ഒരു 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 പുതിയ അന്തസ്സുറ്റ സമൂഹമാക്കി വളർത്താനും കേരളത്തിൽ. അതുകൊണ്ടാണ് പലരും പലപ്പോഴും പറയുന്നത് കേരളത്തിലെ സമീപകാല നവോത്ഥാനത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് മുസ്ലിംകൾക്കിടയിൽ. കാരണം ഒന്നാമത്തെ കാര്യം, ഈ രാഷ്ട്രീയ അടിമത്തം അവസാനിപ്പിച്ചു. രണ്ടാമത്തെ കാര്യം, ഇവർക്കുണ്ടല്ലോ ഒരു മതസമൂഹത്തിന് ഐഡന്റിറ്റി ഉണ്ടാക്കി, എന്ന് വെച്ചാൽ ഈ സ്വത്വപരമായ അവർക്കൊരു ആത്മാഭിമാനം ഉണ്ടാക്കി. മൂന്നാമത്തെ കാര്യം, ധാരാളം സ്ഥാപനങ്ങളും ആസ്തിയും വന്നു. EK അബൂബക്കർ മുസ്ലിയാരുടെ തന്നെ വിഖ്യാതമായൊരു പ്രഖ്യാപനമുണ്ട്, പണം ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ സംഘടനയ്ക്ക് വേണ്ടി